അനധികൃത തട്ടുകടകൾക്കെതിരെ നടപടി ശക്തമാകുമ്പോഴും റോഡ് കയ്യേറിയുള്ള കച്ചവടം തുടരുകയാണ്. തട്ടുകട കച്ചവടത്തിന് പിന്നിൽ വൻ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. നഗരത്തിലെ സാധാരണക്കാരെ മറയാക്കി വൻകിട ഹോട്ടൽ ഉടമകളും കച്ചവടം നടത്തുന്നുണ്ടെന്നാണ് ആക്ഷേപം. റോഡ് കയ്യേറിയും ഗതാഗതം തടസ്സം സൃഷ്ടിച്ചുമെല്ലാം നടത്തുന്ന കച്ചവടത്തിനെതിരെ നഗരസഭ ശക്തമായ ഇടപെടൽ തുടങ്ങിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഈ തട്ടുകടകൾക്ക് പിന്നിൽ വലിയ റാക്കറ്റും അതോടൊപ്പം തന്നെ വലിയ സമ്പത്തുള്ള ഹോട്ടൽ ഉടമകളുമൊക്കെ ഉണ്ട് എന്നാണോ ഇപ്പോൾ പൊതുവെ ഉയരുന്ന വിമർശനം? നഗരസഭയുടെ ഭാഗത്ത് നിന്നും എന്തൊക്കെ നടപടികളാണ് ഇതിനെതിരെ ആരംഭിച്ചിരിക്കുന്നത് പ്രശാന്ത്? ഗൗതം, കഴിഞ്ഞ ദിവസങ്ങളടക്കം നടന്ന പോലീസ് പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതായത് തലസ്ഥാനത്ത് തന്നെയുള്ള നഗരപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുമുള്ള വലിയ പ്രധാനപ്പെട്ട വലിയ ഹോട്ടലുകൾ, ആ ഹോട്ടലുകൾ തന്നെയാണ് ചെയിൻ മാതിരി ഈ തലസ്ഥാനത്തിൻ്റെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തട്ടുകടകൾ നടത്തുന്നത്. അതിൽ വിവിധ കേന്ദ്രങ്ങൾ, അതായത് നഗരപ്രദേശങ്ങളിൽ രാത്രി 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ തട്ടുകടകൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ശൃംഖലകൾ പോലെ തന്നെയാണ് പലയിടങ്ങളിലും ഇവർ തന്നെ, അതായത് ഈ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, ആ ഹോട്ടൽ മുതലാളികളൊക്കെ ചേർന്നാണ് ഈ തട്ടുകടകൾ നടത്തുന്നതെന്നാണ് ലഭിക്കുന്നത്. ഇവരുടെ UPI പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റും മറ്റ് ബാങ്ക് ഇടപാടുകളും പരിശോധിച്ചപ്പോൾ എല്ലാ ബാങ്കുകളിലേക്കും ഈ പണം ചെല്ലുന്നതെല്ലാം ഒരേ അക്കൗണ്ടുകളിലേക്കാണ് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ഒന്നിലധികം തട്ടുകടകളാണ് ഇത്തരത്തിൽ നടത്തുന്നത് എന്നടക്കമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ടുകാലത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ തട്ടുകടകൾ എന്ന് പറഞ്ഞിരുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അഷ്ടിക്ക് വകയില്ലാത്തവർ, അവരുടെ ജീവനോപാധി എന്ന നിലയിലാണ് വൈകുന്നേരങ്ങളിൽ തട്ടുകടകൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അതിന് വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇത് കോർപ്പറേറ്റ് ശൃംഖലകൾ പോലെയൊക്കെ തന്നെ ചോദിക്കുന്ന രീതിയിൽ മാംസവിഭവങ്ങൾ പലതരത്തിലുള്ള, നമുക്ക് വലിയ വലിയ മുന്തിയ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ ലഭ്യമാകുന്ന തരത്തിലുള്ള മാംസവിഭവങ്ങൾ നിരത്തിക്കൊണ്ടുള്ള തട്ടുകടകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും വലിയ രീതിയിലുള്ള ചാർജുകളൊക്കെ ഈടാക്കിക്കൊണ്ടാണ് ഈ വലിയ കൊള്ള നടത്തുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ രാത്രിയാകുന്നതോടുകൂടി നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ രാത്രിയാകുന്നതോടുകൂടി തിരക്ക് വർദ്ധിക്കും. ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ റോഡ് കയ്യേറിയിട്ടുള്ള ഇത്തരത്തിൽ തട്ടുകടകൾ കൂടി വന്നതോടുകൂടി തന്നെ വഴിയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാകുന്നുണ്ട്. മാത്രമല്ല, വാഹനയാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർ തട്ടുകട അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പോലും അവരുടെ കുടകൾ, അതായത് ഷാമിയാന പന്തൽ പോലെയുള്ള വലിയ പന്തലിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. ആ പന്തലും മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം ഈ റോഡിലും അതോടൊപ്പം തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ അനധികൃത തട്ടുകടകൾക്കെതിരെ നഗരസഭയുടെ ഭാഗത്ത് നിന്നും കടുത്ത നടപടികൾ ഉണ്ടാവുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.